ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വളരെ കോൺഗ്രസ്സുകാരനായിട്ടുള്ള ഒരാളെ എഴുതിയിരിക്കുന്ന ഞാൻ വായിച്ചു. നിങ്ങൾ സംഘപരിവാർ പ്രസ്ഥാനങ്ങളെ തെറ്റിദ്ധരിക്കുകയാണ്. ഇല്ലാത്ത കറുത്ത പൂച്ച ഇരുട്ടുമുറിയിൽ തപ്പുന്ന പോലെയാണ് ഇവർക്ക് മേൽ സവർണ ഫാസിസം അല്ലെങ്കിൽ സവർണ ഹിന്ദുത്വം ആരോപിച്ചിട്ട് അതിനെതിരായിട്ട് നിങ്ങൾ ഫൈറ്റ് ചെയ്യാൻ പോകുന്നത്. കാരണം വെച്ചാൽ RSSനെ സംബന്ധിച്ചിടത്തോളം കാസ്റ്റിസത്തിനെ ഇവരെന്ന് ന്യൂട്രലൈസ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ UP-യിലായിരുന്നാലും എവിടെ പോയിരുന്നാലും ഒരു ജാതി മറുജാതിക്കെതിരായിട്ട് തല്ലുണ്ടാക്കിയിരുന്ന സ്ഥലത്ത് നിന്ന് ഈ ജാതികളെല്ലാം പരസ്പരം തല്ലുണ്ടാക്കാതെ പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതൊരു വലിയ ഘടകമാണ്. അല്ല, അയാൾ എഴുതിയിരുന്ന ഒരു കാര്യമാണ്. ഞാൻ പറയാൻ കാരണം അയാൾ ഇതൊരു കോൺഗ്രസ്സുകാരൻ എഴുതിയിരുന്നത് കൊണ്ടാണ് ഞാനത് പറയുന്നത്. അയാൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ UP-യിലെ പല ഗ്രാമങ്ങളിലും പോകുമ്പം എല്ലാ ജാതികളും അവരവരുടേതായ ജാതീയമായ പല ഫ്ലക്സുകൾ, ഇപ്പോൾ നമ്മുടെ SNDP ഒക്കെ വയ്ക്കുന്നത് പോലെ തന്നെ, പക്ഷേ ഈ ജാതിയുടെ കാര്യം ഇവർ വയ്ക്കുന്നതിനൊപ്പം നരേന്ദ്രമോദിയുടെ ചിത്രമുണ്ട്. ദേശീയ രാഷ്ട്രീയത്തിലാണെങ്കിൽ പോലും 2014 മുൻപുണ്ടായിരുന്നു ഒരു ജാതി സമവാക്യങ്ങളുണ്ടായിരുന്നു, ഒരു കാസ്റ്റ് പൊളിറ്റിക്സ് ഉണ്ടായിരുന്നു. അത് മധ്യപ്രദേശിലാണെങ്കിലും രാജസ്ഥാനിലാണെങ്കിലും UP-യിലാണെങ്കിലും എനിക്ക് കർണാടകത്തിലാണെങ്കിൽ പോലും അത്തരം ഒരു സമവാക്യങ്ങളുണ്ടായിരുന്നു. എന്നാൽ 2014 ശേഷം ഇങ്ങോട്ട് നോക്കിയാൽ അത്തരം ഒരു കാസ്റ്റ് പൊളിറ്റിക്സിനെ ഒന്ന് തൂത്തെറിയുന്ന തരത്തിലേക്കാണ് സ്ഥാനാർത്ഥി നിർണ്ണയമാണെങ്കിലും ഓരോ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ പ്രഖ്യാപിക്കുമ്പോഴാണെങ്കിലും ഒക്കെ അതൊരു ഒരു ധൈര്യം തന്നെയാണ്. അത് ശരിക്കും സമ്മതിക്കണം. അല്ല, അത് ധൈര്യം എന്നല്ല, അത് നിശ്ചയദാർഢ്യമാണ്. കാരണം സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. അത് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞൊരു അദ്ദേഹം വളരെയധികം നമുക്കറിയാവുന്നൊരു കാര്യമാണ്. അദ്ദേഹം ഭാരത ഒട്ടുക്ക് യാത്ര ചെയ്യുകയും ഇവിടുത്തെ ഈ ജാതീയമായ വിഷയങ്ങൾ കാണുകയും ഒരുപാട് സ്വന്തമായി ഇരുന്ന് കരയുകയൊക്കെ ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ ഈ പറയുന്ന ക്ഷേത്രങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് അവിടെ ഭാരതാംബയെ പ്രതിഷ്ഠിക്കൂ. ഇനിയൊരു 100 വർഷത്തേക്ക് നമ്മൾ ഭാരതാംബയെയാണ് പൂജിക്കുന്നതെന്ന് വിചാരിച്ച് അദ്ദേഹം ഉദ്ദേശിച്ചത് വേറൊന്നുമല്ല, ക്ഷേത്രം തകർക്കാനല്ല ഉദ്ദേശിച്ചത്. ഈ വിവിധ കൾട്ടുകളായിട്ടും വിവിധ പല ഇതായിട്ട് തിരിഞ്ഞു നിൽക്കുന്നതിന് പകരം ഒറ്റ ബിന്ദുവിലേക്ക് കൊണ്ടുവരൂ, ഭാരതാംബ എന്ന് പറയുന്ന ഒന്നിലേക്ക് കൊണ്ടുവരൂ എന്നുള്ളതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഇതാണ് ഇപ്പോൾ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ ഇത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അത് ഭാരതമായി പരിവർത്തനം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ആരും മറ്റൊരാൾക്ക് എതിരാകുന്നില്ല. ഇതിന് മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. ഒന്ന് മറ്റൊന്നിനെതിരെ എന്നുള്ള തലത്തിലാണ് നിലനിന്നിരുന്നത്. ഇപ്പോൾ ജാതികൾ തമ്മിലുള്ള പോരാട്ടങ്ങളോ കലാപങ്ങളോ ഒന്നും തന്നെ നമ്മൾ കാണുന്നില്ല. പകരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജാതികളെല്ലാം പരസ്പരമായിട്ടുള്ള ഡിഫറൻസുകൾ മറന്ന് ഭാരതം എന്ന് പറയുന്ന ഒറ്റ ഒരു ലക്ഷ്യം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഉന്നമനം എന്ന് പറയുന്ന ഒരു സാധനത്തിലേക്ക് ഒരുമിച്ച് വരികയാണ്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മറ്റു പലരുടെയും കാര്യങ്ങൾ ഇവിടെ നടക്കാത്ത സ്ഥിതി വരും. അപ്പോൾ അതുകൊണ്ടാണ് ഇവർ കാസ്റ്റ് പൊളിറ്റിക്സുമായിട്ട് ഇവർ തിരിച്ചു വരാൻ നോക്കുന്നത്. ഇപ്പോൾ കാസ്റ്റ് സെൻസസ് എന്ന് പറയുന്ന ഒരു സാധനം കൊണ്ടുവരുന്നു. എന്തുകൊണ്ട് കാസ്റ്റ് സെൻസസ് കൊണ്ടുവരുന്നു? എനിക്ക് ഏറ്റവും അധികം അത്ഭുതം തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിൽ BJP ജാതിയോ മതമോ പറഞ്ഞിട്ടേ ഇല്ലായിരുന്നു. ഇപ്പോൾ നരേന്ദ്രമോദിജി 2 ആഴ്ച മുമ്പ് മാത്രമാണ് ഈ വിഷയത്തിൽ പറയുന്ന ഒരു ആംഗിൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത്. അത് അദ്ദേഹം കൊണ്ടുവന്നത് മറുപടി ആയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പം BJP വന്നിട്ട് പറയുകയാണ്, ഒരു പ്രകടന പത്രികയിൽ പറയുകയാണ്, എന്താണ്, ഞങ്ങൾ ഇനി മുതൽ സംവരണം ഇന്ന രീതിയിൽ നടപ്പിലാക്കും, അല്ലെങ്കിൽ ഹിന്ദുക്കൾക്ക് മാത്രമായിട്ട് നടപ്പിലാക്കും, അല്ലെങ്കിൽ വേറൊരു തലത്തിൽ നടപ്പിലാക്കും. ഇതിനെയാണ് നമ്മൾ പ്രീണനം എന്ന് പറയുന്നത്. ഇവിടെ രാഹുൽ ഗാന്ധി പറയുന്നത് എന്താണ്? രാഹുൽ ഗാന്ധി പറയുന്നത് കാസ്റ്റ് അനുസരിച്ചിട്ട് ഞാൻ ഡിവൈഡ് ചെയ്യും രാജ്യത്തിൻ്റെ റിസോഴ്സസ്, എന്നിട്ട് ഏറ്റവും വലിയ കാസ്റ്റിന് ഏറ്റവും കൂടുതൽ പങ്ക് കൊടുക്കും. ഉമേഷ്, സ്വാഭാവികമായിട്ട് ചിന്തിക്കുക, ഇങ്ങനൊരു സാഹചര്യം വന്നു എന്നിരിക്കട്ടെ, ഒരു ജാതി മറുജാതിയുമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന സാഹചര്യം ഇന്ത്യയിൽ ഉണ്ടാകുമോ? ഇല്ല, തീർച്ചയായിട്ടും. അതായത് ഞങ്ങൾക്കാണ് കൂടുതൽ കിട്ടേണ്ടത്. എത്ര അപകടകരമായ പ്ലാനാണ് ഇവരുണ്ടാക്കുന്നതെന്ന് നോക്കണം. അതൊരു നിസ്സാരവൽക്കരിച്ച് കാണാം, ഒരിക്കലും നിസ്സാരവൽക്കരിച്ച് കാണുന്നത് കേരളത്തിലെ മാധ്യമങ്ങളാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് ചർച്ച ചെയ്യുന്നില്ലെന്നേ. ഈ തെരഞ്ഞെടുപ്പിലേക്ക് കൃത്യമായും ജാതിയും മതത്തിനെയും കൊണ്ടിറക്കിയത് കോൺഗ്രസ്സാണ്, രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധിക്ക് ഇത് ഇറക്കാനുള്ള ബുദ്ധി ഉണ്ടെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അയാളെ ആരൊക്കെയോ ഫീഡ് ചെയ്യുന്നുണ്ട്. അതെ, അവിടെയാണ് ആരാണ് ഇതിന് പിന്നിൽ. അല്ല, അവിടെയാണ് ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് പാകിസ്ഥാൻ്റെ ഒരു മുൻ മന്ത്രി നടത്തിയൊരു പ്രസ്താവനയുണ്ട്. കോൺഗ്രസിൻ്റെ രാജകുമാരൻ പ്രധാനമന്ത്രി ആവണം, രാഹുൽ ഓൺ ഫയർ എന്നൊക്കെ പറഞ്ഞാണ് അദ്ദേഹം ട്വീറ്റ് ചെയ്തത്. അപ്പോൾ ഇതും അതെല്ലാം കൂടെ ചേർത്ത് വെക്കപ്പെടേണ്ടതല്ലേ? രാഹുൽ ഓൺ ഫയർ തന്നെയാണ്, മൂട്ടി തീയിട്ടിരിക്കുകയാണ്, അതാണ് ഓടിക്കൊണ്ടിരിക്കുന്നതെന്ന് മാത്രമേ എനിക്ക് അതിനകത്ത് പറയാനുള്ളൂ. രാഹുൽ ഓൺ ഫയർ തന്നെയാണ്. രാഹുൽ ഓൺ ഫയറും മാത്രമല്ല, പാകിസ്ഥാൻ ഓൺ ഫയറും തന്നെയാണ്. ആരെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാൻ്റെ വയറ്റി തീയാണ്, പട്ടിണിയാണ് അവിടെ. കാരണം ഇന്ത്യയിൽ നോട്ട് നിരോധിച്ചപ്പോൾ തകർന്നു പോയൊരു രാജ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പാകിസ്ഥാനാണ്. കാരണം ഈ നോട്ട് നിരോധിക്കപ്പെടുന്ന സമയത്ത് കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും SDPIക്കാരും ഒക്കെ ഇവിടെ വലിയ വായിൽ നിലവിളിയായിരുന്നു, അയ്യോ രാജ്യം തകർന്നു പോകുമെന്ന് പറഞ്ഞിട്ട്. വളരെ ശരിയാണ്, രാജ്യം തകർന്നു എന്ന് പറഞ്ഞ് 100% ശരിയാണ്.
തകർന്നു പോയത് അവരുടെ രാജ്യമാണ്, അത് പാകിസ്ഥാനാണെന്ന് മാത്രമല്ല. അതായത് ഇന്ത്യയിൽ ഓടിക്കൊണ്ടിരുന്ന കള്ളനോട്ടിലും കള്ളപ്പണത്തിലുമായിരുന്നു അവരുടെ ഇക്കോണമി ഓടിക്കൊണ്ടിരുന്നത്. ഇവിടെ നോട്ട് നിരോധിച്ചപ്പെട്ടോ അവിടെ പാകിസ്ഥാനിൽ പിന്നെ നമ്മൾ കാണുന്ന ഹാപ്പിനെസ് ഇൻഡെക്സ് മുകളിലേക്ക് പോകുന്നതാണ്. എന്തുകൊണ്ടാണ്? കാരണം അവിടെ 2 കിലോ ഗോതമ്പിന് വേണ്ടിയിട്ട് 2 പേര് തമ്മിൽ അടിയാണ്. ഈ 2 കിലോ ഗോതമ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഇവൻ ഒരാഴ്ച ഹാപ്പിയാണ്. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും എൻ്റെ ഹാപ്പിനെസ് ഇൻഡെക്സ് മുകളിൽ കൂടി നിൽക്കുമല്ലോ. അപ്പോൾ ഈ പറയുന്നത്, അപ്പോൾ ഇത് മാത്രമല്ല, ജോർജ് സോറോസ് ഉൾപ്പെടെയുള്ള പല അന്താരാഷ്ട്ര ശക്തി കേന്ദ്രങ്ങളുണ്ട്. ഇവർ പല രാജ്യത്തിൻ്റെ തിരഞ്ഞെടുപ്പുകൾ അട്ടിമറിച്ചിട്ടുണ്ട്. ഈവൻ US തിരഞ്ഞെടുപ്പ് അട്ടിമറിച്ചു എന്ന് അവർ തന്നെ അവകാശപ്പെടുന്നുണ്ട്. ഇപ്പോൾ ആരാണ്? ജോ ബൈഡനെ കൊണ്ടുവന്നു ഡൊണാൾഡ് ട്രംപിനെ ഇറക്കി വിട്ടു, ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം ഇന്ത്യയാണ്, ഇന്ത്യയിൽ അവരെന്തോ ജനാധിപത്യം പുനഃസ്ഥാപിക്കാൻ പോവുകയാണ് എന്നൊക്കെയാണ് ജോർജ് സോറോസ് തന്നെ പറയുന്ന സാഹചര്യം ഉണ്ടായത്. ഈ ജോർജ് സോറോസിൻ്റെ ടീമുമായിട്ട് പോയിട്ട് ഈ രാഹുൽ ഗാന്ധി മീറ്റിംഗ് നടത്തുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് അവിടുന്ന് ഫീഡ് ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്. അതായത് ഇന്ത്യയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആൾക്കാർ ജാതീയമായ ഡിഫറൻസുകൾ മറന്നിട്ട് ഒരുമിച്ച് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇതിങ്ങനെ ഓടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് വേറൊരു തലത്തിലേക്ക് ഈ സാധനം പോകും. അപ്പോൾ ഇതിനെ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ആൾക്കാരെ വീണ്ടും ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സ്റ്റേണൽ ഫാക്ടർ കൊണ്ടുവരണം. എന്താണ് ആ എക്സ്റ്റേണൽ ഫാക്ടർ? കാരണം ഒരു ചുമ്മാ ഇരിക്കുന്ന 2 ജാതികൾ തമ്മിൽ അടി ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ആ എക്സ്റ്റേണൽ ഫാക്ടർ എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ എന്താണ്? ആൾക്കാരുടെയൊക്കെ സ്വത്തുകൾ പിടിച്ചെടുക്കുന്നു, അല്ലെങ്കിൽ മറ്റൊരു കാര്യം ചെയ്യുന്നു. ഇത് ഡിവൈഡ് ചെയ്യാൻ പോകുന്നു. എങ്ങനെ? കാസ്റ്റ് അടിസ്ഥാനത്തിൽ. അപ്പോൾ ഈ 2 കാസ്റ്റുകൾ തമ്മിൽ പ്രശ്നം ഉണ്ടാകാൻ തുടങ്ങും. അപ്പോൾ ഈ പ്രശ്നം ഇന്ത്യ മുഴുവൻ പടരും. ഇതൊരു വലിയ കത്തിപ്പടലായിട്ട് മാറും. രാജ്യം മുഴുവൻ അപകടകരമായൊരു പ്ലാനാണ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ കൃത്യമായ ഒരു ഗ്രാവിറ്റിയിൽ ഇവിടെ ചർച്ച നടന്നിട്ടില്ല എന്നുള്ളതാണ്. എനിക്കും ദേശീയ രാഷ്ട്രീയത്തിൽ ചർച്ചയായിട്ടുണ്ട്. പ്രധാനമന്ത്രി തന്നെ അത് എടുത്തു വെച്ച് കേരളത്തിൽ മാത്രം തോന്നുന്നത് കാര്യമായ രീതിയിൽ ചർച്ചയിലേക്ക് അതും ഈ പറഞ്ഞ പോലെ അത് മനഃപൂർവ്വം ഒരു പക്ഷേ ചർച്ച ആവാത്തത് അങ്ങനെ ഒരു സാഹചര്യം കൂടെ ഉണ്ട്. തീർച്ചയായിട്ടും. കാരണം ദേശീയ രാഷ്ട്രീയത്തിൽ നരേന്ദ്രമോദിക്ക് അറിയാം ഇത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. ഇപ്പം അദ്ദേഹം പറയുന്ന സ്റ്റേറ്റ്മെന്റ് കുറച്ച് കടന്നുപോയി എന്നൊക്കെ ആർക്കെങ്കിലും തോന്നിയിരുന്നാൽ അല്ലെങ്കിൽ ഒരു അല്പം പോലും കടന്നു പോകുന്നില്ല. അല്ലെങ്കിൽ അവർ പറഞ്ഞതിൻ്റെ മറുപടി മാത്രമേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ. ഒന്ന്. രണ്ടാമത്തെ കാര്യം വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ആ വിഷയം എടുത്തിട്ടപ്പോഴാണ് ഈ വിഷയത്തെക്കുറിച്ചിട്ട് ആൾക്കാർ പ്രോപ്പറായിട്ട് ചർച്ച ചെയ്യാൻ തുടങ്ങി. അതുവരെയും കോൺഗ്രസ് എന്ത് പറഞ്ഞിരുന്നാലും ആരും ചർച്ച ചെയ്യുന്നില്ല. എനിക്കത് കോൺഗ്രസിന്റെ പ്രകടന പത്രിക ആളുകൾ വായിച്ചത് തന്നെ പ്രധാനമന്ത്രിയുടെ ആ പ്രസ്താവനയ്ക്ക് ശേഷമാണ്. കാരണം കോൺഗ്രസിന്റെ പ്രകടന പത്രിക വായിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഒരു സിനിമയിൽ കണ്ടിട്ടുള്ളൊരു സീനുണ്ട്, ഒരു ജഗതിയും മാളാരവിന്ദനും കൂടെ ഉള്ള സീനാണ്. അതായത് എനിക്കൊന്ന് മാളാരവിന്ദൻ അവിടുത്തെ സ്റ്റാഫ് എന്തോ ആണ്, അദ്ദേഹം ജഗതി അല്ല ഇന്നസെന്റ്, അദ്ദേഹം പള്ളിയിലച്ഛൻ എന്തോ ആണ്. അദ്ദേഹം ചോദിക്കുകയാണ്, നിനക്ക് 2 വീടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കൊടുക്കാച്ചോ, നിനക്ക് 2 കാറുണ്ടായി കൊടുക്കാച്ചോ, 2 പശു ഉണ്ടായി കൊടുക്കൂലച്ചോ. അതെന്താ? എനിക്ക് 2 പശു ഉണ്ടച്ചോ എന്ന് പറയുന്നൊരു സാഹചര്യമുണ്ട്. അതുപോലെയാണ് കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് ഈ 2 പശു ഉണ്ടെങ്കിലല്ലേ കൊടുക്കേണ്ടുള്ളൂ. ഇവർക്ക് അധികാരം കിട്ടിയാലല്ലേ ഇതെല്ലാം നടപ്പിലാക്കുള്ളൂ. അപ്പോൾ ഇത് വായിക്കേണ്ടെന്ന ആവശ്യം തന്നെ ജനങ്ങൾക്ക് വരുന്നില്ല.